ഹലോ, ഈ ചാനൽ കാണുന്ന അധിക പേരും സ്മോൾ ബിസിനസ് ചെയ്യുന്നവരാണ്, അല്ലെങ്കിൽ സ്മോൾ ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ നിൽക്കുന്നവരാണ്. നമ്മൾ സ്മോൾ ബിസിനസ് ചെയ്യുന്നവരുടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കൊരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ചൊരു ഇൻകത്തിലേക്ക് വരാനായിട്ട് നല്ല പ്രയാസമായിരിക്കും. അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മളിന്ന് നോക്കാൻ പോണത്. എങ്ങനെ നമുക്കത് സോൾവ് ചെയ്യാം, നമ്മൾ ഉദ്ദേശിച്ചൊരു ഇൻകത്തിലേക്ക് എങ്ങനെ നമ്മളുടെ ചെറിയ ബിസിനസ്സിനെ കൊണ്ടുവരാം എന്നുള്ളതാണ്. നിങ്ങൾ ബിസിനസ്സിലേക്ക് ഇറങ്ങിയിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടും. കാരണം ഇതൊരു ട്രാപ്പാണ്, അധിക പേരും ചെന്ന് ഒരു ട്രാപ്പാണ്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒഴിവാവാനായിട്ട് സാധിക്കും. ഈ ട്രാപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല, നമ്മൾ തുടക്ക സമയത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് അധിക കാര്യങ്ങളും നമ്മൾ സ്വന്തം തന്നെയായിരിക്കും ചെയ്യുക. ചിലപ്പോൾ എന്തെങ്കിലും ഒരു ടെക്നിക്ക് നമുക്കറിയായിരിക്കും. നിങ്ങളിപ്പോൾ ഉദാഹരണം ബേക്കിങ്ങിൻ്റെ എന്തെങ്കിലും കേക്ക് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ബിസിനസ്സാണ് തുടങ്ങിയെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന എന്തെങ്കിലും ഒരു ടെക്നിക്ക് സർവീസായിട്ടാണ് നിങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തതെന്ന് വിചാരിക്കുക. എന്തും ആയിക്കോട്ടെ, തുടക്ക സമയത്ത് നമ്മളായിരിക്കും അതിൻ്റെ ഒരു 60, 70, 80% വർക്ക്, അല്ലെങ്കിൽ ചില 100% വർക്ക് ചില ബിസിനസ്സുകളിൽ നമ്മൾ തന്നെ ആയിരിക്കും ഇത് എടുക്കുക. അപ്പോൾ നമ്മളധികം ചിന്തിക്കുക, കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ ഒരു വർഷമൊക്കെ കഴിയാൻ നേരത്ത് നമുക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, നമ്മളുടെ ഇൻകം അങ്ങോട്ട് കൂടണില്ല, നമ്മൾ കാര്യം കുറച്ചും കൂടി അധികം ഹാർഡ് വർക്ക് ചെയ്യാനുണ്ട്, പക്ഷേ ഇൻകം അതങ്ങനെ സ്റ്റേബിളായിട്ട് തന്നെ ഇങ്ങനെ നേർരേഖയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ചെറിയൊരു പൊക്കമൊക്കെ ഉണ്ട്, ചെറിയൊരു പീക്സ് ആൻഡ് വാല്യൂസൊക്കെ നമുക്ക് കാണാം, പക്ഷേ ഉദ്ദേശിച്ച രീതിയിലൊക്കെ ആ ഇൻകം വന്നില്ല. എന്തുകൊണ്ടാണ് ഇതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ ഒരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ സ്വന്തം ചെയ്താലാണ് ശരിയാവുള്ളൂ എന്നൊരു മൈൻഡ് സെറ്റ് ഉള്ളത് കൊണ്ടാണ്. ഇതിനെ സാധാരണ പറയാറ് ടെക്നിക്കൽ ട്രാപ്പ് എന്നാണ്. ബിസിനസ്സിൻ്റെ അകത്ത് കാര്യങ്ങൾ, ടെക്നിക്കൽ വശങ്ങളും കാര്യങ്ങളും എല്ലാത്തിലും നമ്മൾ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇൻവോൾവ് ആയിക്കൊണ്ടിരിക്കാൻ നേരത്ത് നമുക്ക് വേണ്ടത്ര സമയം മാറ്റിവെക്കാൻ സാധിക്കണില്ല. എന്തിനു വേണ്ടിയിട്ടുള്ള സമയം? ഈ ബിസിനസ് എങ്ങനെ വളർത്താം, എങ്ങനെ കൂടുതൽ കസ്റ്റമേഴ്സിലേക്ക് എത്താം, എങ്ങനെ കൂടുതൽ സെയിൽ വർദ്ധിപ്പിക്കാം, നിലവിലുള്ള സെയിലിൻ്റെ 2 ഇരട്ടി 3 ഇരട്ടി 4 ഇരട്ടി എങ്ങനെ എനിക്കങ്ങനെ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ചിന്തിക്കാനോ പഠിക്കാനോ പ്ലാൻ ചെയ്യാനോ സ്ട്രാറ്റജി ബിൽഡ് ചെയ്യാനോ ഒന്നും തന്നെ നമുക്ക് സമയം കിട്ടണില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ബിസിനസ്സിൻ്റെ അകത്ത് ഓരോ കാര്യങ്ങളും നമ്മൾ തന്നെ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് പലരും ചെയ്യണതിൻ്റെ ഒരു റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾക്ക് സ്വാഭാവികമായിട്ടൊരു ചിന്ത വരും, ഇതൊക്കെ ഞാൻ ചെയ്താൽ മാത്രമാണ് ശരിയാവുള്ളൂ, ഇതൊക്കെ വേറൊരാളെ ഏൽപ്പിച്ച് ഇനി അവർ വന്ന് ഇതാകെ കൊളാക്കി ഉള്ളതും കൂടി ഇല്ലാതാക്കണ്ടല്ലോ എന്നൊരു ചിന്തയുള്ളത് കൊണ്ടാണ് അധികം ആളുകളും ഇത് ചെയ്യാത്തത്. കാരണം ഞാൻ ചെയ്താലാണ് അത് ശരിയാവുള്ളൂ, എന്നെപ്പോലെ എന്തായാലും വേറൊരാൾക്ക് ഇത് ചെയ്യാനായിട്ട് പറ്റില്ല. ഇതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചിലപ്പോൾ ശരിയായിരിക്കാം, നിങ്ങൾ ചെയ്യണ പോലെ അത്ര പെർഫെക്റ്റായിട്ട് ചിലപ്പോൾ വേറൊരാൾ ചെയ്യില്ലായിരിക്കും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമുക്കവിടെ ഈ ഒരു ചിന്ത വരുന്നത് കൊണ്ട് വേറൊരാളെ ഹയർ ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് ഈ ചിന്ത നമ്മളുടെ മൈൻഡിൽ ഇങ്ങനെ വരാൻ നേരത്ത് നമുക്ക് പെർഫെക്ഷൻ കിട്ടും, പക്ഷേ പ്രോഗ്രസ് കിട്ടില്ല. സംഗതി ശരിയാണ്, നിങ്ങൾക്ക് ആ വരുന്ന സെയിലൊക്കെ നിങ്ങൾക്ക് പെർഫെക്റ്റായിട്ട് ഡെലിവറി ചെയ്യാനായിട്ട് സാധിക്കും, പക്ഷേ അവിടെ നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല, നമ്മളുടെ ഇൻകം വർദ്ധിക്കില്ല. സാമ്പത്തികമായിട്ടൊരു ഉയർച്ച ആ ഒരു ബിസിനസ്സിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. കാരണം എല്ലാം നിങ്ങൾ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സ്മോൾ ബിസിനസ് ഓണേഴ്സ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ചെയ്യുന്ന അതേ വർക്ക് ഒരു 70%, 60%, 80% ആ റേഞ്ചിൽ അത്രയെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരാളെ നമ്മൾ കണ്ടെത്തിയിട്ട് ആ വർക്കുകളെല്ലാം, റിപ്പീറ്റഡ് ആയിട്ടുള്ള വർക്കുകളെല്ലാം തന്നെ ഡെലിഗേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. വേറൊരാളെ ഏൽപ്പിക്കുക, വേറൊരു സ്റ്റാഫിനെ കണ്ടെത്തുകയോ നിങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് അത് മറ്റൊരാളിലേക്ക് ഏൽപ്പിക്കാനായിട്ട് നോക്കാം. ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രോഗ്രസ് അവിടെ നഷ്ടമാകും. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നമുക്ക് വളർച്ച കിട്ടില്ല. പലരും ചെന്നുവിടുന്ന ഒരു വലിയൊരു ട്രാപ്പ് ഇതാണ്. നമുക്ക് ഇവിടെ നിങ്ങൾ ഓരോ കാര്യങ്ങളും, ബിസിനസ്സിൻ്റെ ഓരോ കാര്യങ്ങളും, ടെക്നിക്കൽ വശങ്ങൾ, മാർക്കറ്റിംഗ്, സെയിൽ, ഇതെല്ലാം നമ്മൾ തന്നെ നോക്കാൻ നേരത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഓരോന്നിൻ്റെയും ടെക്നിക്കൽ വശങ്ങൾ നമ്മൾ നോക്കുമ്പോൾ നമ്മളൊരു ടെക്നീഷ്യനായിട്ട് മാറുകയാണ്. നമ്മളൊരു ബിസിനസ് ഓണറിനോ അല്ലെങ്കിൽ ഒരു ആൻട്രപ്രണറിനോ ഒന്നും പറയാനായിട്ട് സാധിക്കില്ല, വെറും ഒരു ടെക്നീഷ്യനായിട്ട് മാറുകയാണ്. അപ്പോൾ നമുക്ക് വേണ്ടത്ര സമയം, എല്ലാവർക്കും ഈ സമയത്തിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സാണ്. അത് ദൈവം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചേക്കുകയാണ്. എല്ലാവർക്കും 24 മണിക്കൂറുള്ളൂ. നമ്മൾ എന്തൊക്കെ തല കുത്തി നിന്നാലും 24 മണിക്കൂറേ കിട്ടുള്ളൂ. ഉറക്കം കംപ്ലീറ്റ് ഒഴിവാക്കിയാൽ പോലും 24 മണിക്കൂറേ നമുക്ക് ആകെ കിട്ടണുള്ളൂ. അപ്പോൾ ഈ സമയം മൊത്തം നമ്മൾ ലോ വാല്യൂ ടാസ്കുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കരുത്, നമ്മൾ ഹൈ വാല്യൂ ടാസ്കുകൾ ചെയ്യുക. നിങ്ങളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ഓക്കെ, തുടക്ക സമയത്ത് നിങ്ങളെല്ലാം ചെയ്തു, പക്ഷേ കുറച്ച് മാസങ്ങൾ കഴിയാൻ നേരത്ത്
നിങ്ങൾക്ക് തന്നെ ഒരു ഫീൽ വന്നു തുടങ്ങും, ബിസിനസ് വളരണില്ല, സെയിൽ കൂടണില്ല, എന്നാൽ ഞാൻ നല്ല രീതിയിൽ ഹാർഡ് വർക്കും ചെയ്യണുണ്ട്. ഈ ഹാർഡ് വർക്കല്ല ശരിക്കും റിസൾട്ട് ഉണ്ടാക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക. കുറേ പേര് പ്രത്യേകിച്ച് ഈ മോട്ടിവേഷൻ്റെയൊക്കെ ആളുകൾ നമ്മളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കുന്ന സംഗതി ഹാർഡ് വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞാൽ ഹാർഡ് വർക്കിലല്ല കാര്യം. നമ്മൾ സ്മാർട്ട് വർക്കാണ് ചെയ്യേണ്ടത്. അതായത് ഹൈ വാല്യൂ ടാസ്കുകളാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്, പക്ഷെ അവരിലൊന്നും ഇൻകം വർദ്ധിക്കണില്ല. അതാണ് പ്രശ്നം. ഇനി നമുക്ക് ഒരാളെ ഹയർ ചെയ്തിട്ട് റിപ്പീറ്റഡ് ആയിട്ടുള്ള ടാസ്കുകളൊക്കെ എങ്ങനെ ഒരാൾക്ക് കൊടുക്കാം? ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടാസ്കുകളെല്ലാം തന്നെ നിങ്ങളൊരു ടെംപ്ലേറ്റ് ഉണ്ടാക്കുക. ആദ്യം ഒരു സിസ്റ്റം ബിൽഡ് ചെയ്യുക. സിസ്റ്റം ബിൽഡ് ചെയ്യണ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സിസ്റ്റം ടെംപ്ലേറ്റ് ആദ്യം ഉണ്ടാക്കണം. ഇതൊന്നും കേട്ട് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. ഈ ടേംസും കാര്യങ്ങളൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. വളരെ സിമ്പിളായിട്ടുള്ള സംഗതിയാണ്. അതായത് നമ്മൾ ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ നേരത്ത് ആദ്യം നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്റ്റെപ്പ് 1 അത് ചെയ്യുക. ഇന്ന കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇന്നത് ചെയ്യരുത്, ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ഇങ്ങനെ ചെയ്യണം. അതേപോലെ ഏതൊരാൾക്കും വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സിസ്റ്റം ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് ആ ടെംപ്ലേറ്റ് നമ്മുടെ കയ്യിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ ഈ ടെംപ്ലേറ്റ് ഒരാൾക്ക് അങ്ങ് കൊടുത്താൽ മതി. ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതിയാൽ മതി. ഏറ്റവും കുറഞ്ഞത് അത്രയും ചെയ്താൽ മതി. നമുക്ക് അതിൻ്റേതെല്ലാം കിട്ടും. ഇപ്പോൾ ഓൺലൈനിലെല്ലാം കിട്ടും. നമുക്ക് ടെംപ്ലേറ്റ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കാനും ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പക്ഷേ ഈവൻ അതുപോലും നിങ്ങൾ ചെയ്യേണ്ട. ഒരു ബുക്കും പേനയും എടുത്തിട്ട് അതിൻ്റെ ഒരു സിസ്റ്റം ടെംപ്ലേറ്റ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. രാവിലെ വരാൻ നേരത്തെ 8 മണിക്ക് ഞാൻ ആദ്യം ഇന്നത് സ്റ്റാർട്ട് ചെയ്യും. ഓൺലൈനിലാണ് ബിസിനസ് ചെയ്യണമെങ്കിൽ എൻ്റെ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് ഇന്നത് സ്റ്റാർട്ട് ചെയ്യും. കസ്റ്റമേഴ്സിന് ഞാൻ മെസ്സേജിന് റിപ്ലൈ കൊടുക്കും. ഫോളോ അപ്പ് ചെയ്യേണ്ടവർക്ക് ഫോളോ അപ്പിൻ്റെ മെസ്സേജ് കൊടുക്കും. അത് ഞാൻ ഇന്ന സ്ഥലത്ത് കീപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കസ്റ്റമർ ഇന്ന ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന രീതിയിൽ മറുപടി പറയണം. ആ മറുപടിക്കുള്ള ആൻസർ ഓൾറെഡി ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില കസ്റ്റമേഴ്സ് ഇങ്ങനെ ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ മറുപടി കൊടുക്കണം. ചില കസ്റ്റമേഴ്സ് ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നമ്മളതങ്ങ് എഴുതി വെക്കുകയാണെങ്കിൽ ഇപ്പോൾ ഇതൊരു സിസ്റ്റമായി. അപ്പോൾ ഇത് സിസ്റ്റം ടെംപ്ലേറ്റായി. ഇത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ പുതിയതായിട്ട് ആര് വന്നാലും നമുക്ക് അവർക്കിത് കൊടുക്കാനായിട്ട് സാധിക്കും. ഈ വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ബിസിനസ് ആണെങ്കിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിൻ്റ് കഴിഞ്ഞ് അത് വളരില്ല. അധിക സമയം ആ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ് തുടങ്ങുന്ന നമ്മൾ തന്നെയായിരിക്കും. സ്മോൾ ബിസിനസ് തുടങ്ങുന്ന നമ്മൾ തന്നെയായിരിക്കും. അധിക സമയം നമുക്ക് വേറൊരാൾക്ക് ഇത് ഏൽപ്പിക്കാനുള്ള പേടി വരുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ നമ്മൾ ചെയ്താൽ മാത്രമാണ് ശരിയാവുള്ളൂ. വേറൊരാൾ വന്നു കഴിഞ്ഞാൽ കൊളാക്കും, ഉള്ളതും കൂടി ഇല്ലാതെയാക്കും. അപ്പോൾ അതിന് നിൽക്കണ്ട, ഞാൻ തന്നെ എല്ലാം ചെയ്യാം എന്നാണ് പലരും വിചാരിക്കുന്നത്. ഈവൻ വേറൊരാളെ ഹയർ ചെയ്താൽ പോലും 24 മണിക്കൂർ നമ്മൾ അവരെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നടക്കണം. അത് പാടില്ല. ഒരു 70% സംഗതികളെങ്കിലും ഒരു 70% പെർഫെക്റ്റായിട്ട്, നിങ്ങൾ 100% പെർഫെക്റ്റായിട്ട് ചെയ്യുന്ന ആളായിരിക്കും. നിങ്ങളുടെ ഒരു 70% കപ്പാസിറ്റി എങ്കിലും അതും തുടക്ക സമയത്ത് കിട്ടിക്കൊള്ളണമെന്നില്ല. അവരെ ഹയർ ചെയ്തിട്ട് ട്രെയിൻ ചെയ്യിച്ച് ഞാൻ ഈ പറഞ്ഞ സിസ്റ്റം ടെംപ്ലേറ്റിലൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് ഇനി ആ ഒരു സ്റ്റാഫ് പോയാലും പുതിയൊരാൾ വരാൻ നേരത്തെ ആ സിസ്റ്റം ടെംപ്ലേറ്റ് വായിച്ചു കഴിഞ്ഞാൽ ഓക്കെ ഇന്ന രീതിയിലാണ് കാര്യങ്ങൾ. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു ബിസിനസ്സായി അല്ല, അത് സിസ്റ്റം ഡ്രിവൺ ആയിട്ടുള്ളൊരു ബിസിനസ്സായിട്ട് മാറി. നമുക്കിത് വലിയ ബിസിനസ്സുകൾ എന്തായാലും ഇത് ചെയ്യേണ്ട. അവർ വലുതായതിൻ്റെ റീസൺ തന്നെ ഒരു കാരണം ഇതാണ്. അപ്പോൾ ഇതേ രീതി തന്നെ നമുക്കും ചെയ്യാനായിട്ട് സാധിക്കും. ഇതേപോലെ ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുക. കസ്റ്റമേഴ്സ് ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമുക്ക് ഇപ്പോൾ വാട്സപ്പിലൊക്കെ ആണെങ്കിൽ അത് സേവ് ചെയ്ത് വെക്കാം, ക്വിക്ക് റിപ്ലൈസിൽ സേവ് ചെയ്ത് വെക്കാം. മൊത്തത്തിലൊരു ടെംപ്ലേറ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി ഇതുപോലെ നമ്മൾ സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടാസ്കുകളെല്ലാം തന്നെ വേറൊരാളെ ഏൽപ്പിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചാരി ആ ഫ്രീ ടൈമിൽ വെറുതെ ഇരുന്ന് എൻജോയ് ചെയ്യുകയാണോ? നമ്മൾ എന്താണ് ശരിക്കും ചെയ്യേണ്ടത്? നമ്മൾ ചെയ്യേണ്ടത് വേറെ ഒന്നുമില്ല, ഹൈ വാല്യൂ ആയിട്ടുള്ള ടാസ്കുകൾ ചെയ്യാം. അതായത് പുതിയ സ്ട്രാറ്റജികൾ ബിൽഡ് ചെയ്യുക. ഇതൊന്നും കേട്ട് പേടിക്കേണ്ട കാര്യമില്ല. ഇതും ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. സ്ട്രാറ്റജി എന്നൊക്കെ പറയാൻ നേരത്തെ അതെന്താണെന്നൊക്കെ ചിലവർക്ക് എന്താണ് ആ സംഗതി, വളരെ സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെയിലി ഒരു 10 സെയിൽ നടക്കുന്നുണ്ട് നിങ്ങളുടെ ബിസിനസ്സിലൂടെ, അല്ലെങ്കിൽ പോട്ടെ ഒരു 10,000 റുപ്പീസിൻ്റെ സെയിൽ നിങ്ങൾക്ക് ഡെയിലി നടക്കുന്നുണ്ട്. ഇതിനെങ്ങനെ 20,000 ആക്കാം? എങ്ങനെ 20,000 ആക്കാം? ഇനി 20,000 രൂപയുടെ സെയിൽ ഡെയിലി നടക്കുന്നവർ എങ്ങനെ അത് 40,000 ആക്കാം? ഇനി 1,00,000 രൂപയുടെ നടക്കുന്നവർ എങ്ങനെ അത് 2,00,000 ആക്കാം? ഇത്തരം കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കുക. ഇതാണ് ഹൈ വാല്യൂ ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എങ്ങനെ കൂടുതൽ കസ്റ്റമറെ കണ്ടെത്താം, ഇനി ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻക്വയറീസ് വരുന്നുണ്ടാവും, പക്ഷേ സെയിലിൻ്റെ എണ്ണം കുറവായിരിക്കും, വരവിനനുസരിച്ചുള്ള രീതിയിലുള്ള സെയിൽ നടക്കണില്ല. അപ്പോൾ എങ്ങനെ കൂടുതൽ കൺവേർഷൻ നടത്താം എന്നുള്ള ഇത്തരത്തിലുള്ള ഹൈ വാല്യൂ ടാസ്കുകളെ പറ്റിയിട്ട് നിങ്ങൾ പഠിക്കുക. അത് നിങ്ങളുടെ ബിസിനസ് എന്ന സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്തുകൊണ്ടിരിക്കണം.
നിങ്ങളുടെ എംപ്ലോയീസിന് അത് പറഞ്ഞു കൊടുക്കണം, നിങ്ങളുടെ സ്റ്റാഫിന് അത് പറഞ്ഞു കൊടുക്കണം. ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ കാര്യം. ഇതേപോലെയുള്ള കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ എൻക്വയറി വരുന്നുണ്ട്, പക്ഷേ സെയിൽ കുറവാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത്തരം കാര്യങ്ങൾ നിങ്ങൾ പഠിച്ചെടുക്കുക. ബുക്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാം, ChatGPT പോലുള്ള AI ടൂൾസ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പഠിക്കാം, ഇതുപോലുള്ള യൂട്യൂബ് വീഡിയോസിലൂടെ പഠിക്കാം, കോഴ്സുകൾ, ക്ലാസ്സുകൾ, ട്രെയിനിങ് പ്രോഗ്രാമുകൾ, ഇതിലൂടെ എല്ലാം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് എന്താണോ അഫോർഡ് ചെയ്യാൻ സാധിക്കുന്നത് ഫ്രീ ആയിട്ടുള്ള സോഴ്സുകളും ഉണ്ട്. അതുപോലെ തന്നെ ആമസോൺ പോലുള്ള ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏറെക്കുറെ ഏത് ബുക്സും അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ബുക്സുകൾ വായിക്കാൻ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ ചിലവർക്ക് അതിനുള്ള ക്ഷമ ഉണ്ടാവില്ല, ബുക്സുകൾ വായിക്കുക. ഇനി അത് പറ്റാത്തവർ കോഴ്സുകൾ, മലയാളത്തിൽ തന്നെ കോഴ്സുകൾ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിൻ്റെ സെയിൽസിൻ്റെയും കിട്ടുമെങ്കിൽ അതിൽ അറ്റൻഡ് ചെയ്യാം. യൂട്യൂബിൽ ഫ്രീ ആയിട്ട് കിട്ടുന്ന കാര്യങ്ങൾ അത് നിങ്ങൾക്ക് പഠിക്കാം. അതെല്ലാം നിങ്ങൾ ഒരു ബുക്ക് എടുത്ത് എഴുതി വെച്ചിട്ട് ഒരു സിസ്റ്റം നിങ്ങൾ ബിൽഡ് ചെയ്യണം. എല്ലാ കാര്യങ്ങളും എല്ലാ ബിസിനസ്സിനും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങളുടെ ബിസിനസ്സിന് സ്യൂട്ടബിൾ ആവുന്ന കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് ഒരു സിസ്റ്റം ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സെയിൽ നല്ല രീതിയിൽ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്കൊന്ന് ഫ്രീ ആവണം. ബിസിനസ്സിൻ്റെ അകത്ത് കിടന്ന് അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് എല്ലാ കാര്യങ്ങളും നിങ്ങൾ തന്നെ ചെയ്യാൻ നേരത്ത് നമുക്ക് പ്രോഗ്രസ് ഉണ്ടാവില്ല, പെർഫെക്ഷൻ കിട്ടും. പെർഫെക്ഷൻ കിട്ടിയിട്ട് കാര്യമില്ലല്ലോ, പെർഫെക്റ്റായിട്ട് സംഗതി നടന്നിട്ട് കാര്യമില്ല. പ്രോഗ്രസ് വേണം, വളർച്ച വേണം. വളർച്ച ഇല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് തന്നെ മടുപ്പ് തോന്നും. അപ്പോൾ ഇത്തരത്തിലുള്ള ഐഡിയാസ് ബിൽഡ് ചെയ്യണോടത്തും സ്ട്രാറ്റജി ബിൽഡ് ചെയ്യണോടത്തും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിക്കണോടത്തും ഇതൊക്കെ അപ്ലൈ ചെയ്യുന്നിടത്തും ആയിരിക്കണം പെട്ടെന്ന് പഠിക്കുക, പെട്ടെന്ന് ആക്ഷൻ എടുക്കുക. ഈ സംഗതികളിലൊക്കെ നിങ്ങൾ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ ബിസിനസ് നിങ്ങളുടെ സ്വാഭാവികമായിട്ടും വളരാനായിട്ട് തുടങ്ങും. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഒരു കാര്യം ഓർക്കുക, ഒറ്റ പോയിൻ്റ്, ഈ ഒരു വീഡിയോ നിന്ന് നിങ്ങൾക്ക് വേറെ ഒന്നും നിങ്ങൾ മനസ്സിലാക്കണ്ട. നിങ്ങളുടെ ബിസിനസ് നിങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ഒരു ബിസിനസ് ആണെങ്കിൽ എഴുതി വെച്ചോ, ആ ബിസിനസ് വളർച്ച പരിമിതപ്പെട്ടിരിക്കും. അതായത് വലിയ പ്രോഗ്രസ് അതിനുണ്ടാവില്ല. ഒരു പോയിൻ്റ് എത്തുമ്പോൾ ഇങ്ങനെ ഒരു തട്ടയിൽ ഇങ്ങനെ ഇടിച്ചു നിൽക്കും, അതിനപ്പുറത്തേക്ക് കടക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഡെലിഗേറ്റ് ചെയ്യേണ്ടത് ഡെലിഗേറ്റ് ചെയ്യുക. പുതിയ സ്ട്രാറ്റജികളും ഐഡിയാസും ബിൽഡ് ചെയ്ത് സെയിൽ വർദ്ധിപ്പിക്കുന്നിടത്തും കൂടുതൽ കസ്റ്റമറെ കണ്ടെത്തുന്നിടത്തും നിങ്ങൾ ഫോക്കസ് കൊടുക്കാനായിട്ട് നോക്കാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിങ്ങും സെയിൽസും ഒക്കെ പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.